ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുമ്പ് പരമ്പരയുടെ ഇനി അടുത്ത ആഴ്ച വരാനിരിക്കുന്ന പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ അലീന കുളത്തൂപ്പുടെ വീട്ടിലേക്ക് ഒരു മാറ്റങ്ങൾ തന്നെയാണ് വരുത്തുന്നത്. അതായത് നമ്മുടെ പൗലോസിൻ്റെയും ആൻ്റപ്പൻ്റെയും ബൈജുവിൻ്റെയും വിനോദിൻ്റെയും ഒക്കെ കള്ളക്കളികൾ അലീന കയ്യോടെ പിടിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അതോടുകൂടി മൊത്തത്തിൽ ഒരു അഴിച്ചുപണി എന്ന് തന്നെ പറയാം. നമ്മുടെ സ്റ്റാൻലിയുടെ വേലക്കാരായിട്ട് നിൽക്കുന്ന മൊത്തത്തിൽ ആൾക്കാർ ഒരു അഴിച്ചുപണി തന്നെ അലീന ചെയ്യാണ്. അതും ചുമ്മാതൊന്നുമല്ല കേട്ടോ, നല്ല രീതിയിലുള്ള നിരാഹാരവും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാൻലിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ അലീന ഇതൊക്കെ സാധിച്ചെടുത്തത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്ത് തരിക. അങ്ങനെ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ അലീന നമ്മുടെ പൗലോസിന്റെയൊക്കെ ഫുൾ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അതായത് പലചരക്ക് കടകളിലും മറ്റുമൊക്കെ സാധനം മേടിക്കുമ്പോൾ അവിടെ തന്നെ വലിയൊരു അട്ടിമറി ബില്ലാണ് നമ്മുടെ പൗലോസൊക്കെ നടത്തുന്നത്. അത് കൂടാഞ്ഞിട്ട് പിന്നെ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ അത് വേറെ അട്ടിമറി. അങ്ങനെ മൊത്തത്തില് നമ്മുടെ സ്റ്റാൻലിയെ നല്ല പോലെ ഇവര് ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അലീനയ്ക്ക് കണ്ടു നിൽക്കാനായില്ല. അലീന ആ രീതി തന്നെ അത് പ്രതികരിച്ചു. ഇതിലൊന്നും ഇടപെടേണ്ടെന്ന് പപ്പ പറഞ്ഞുവെങ്കിലും അലീന അത് ശക്തമായിട്ട് നിരാഹാരമൊക്കെ കിടന്ന് എനിക്കിതിൽ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അലീന ശക്തമായിട്ട് തന്നെ നേരിടേന കേട്ടോ. പക്ഷെ സ്റ്റാൻലിക്ക് അലീനയുടെ മുന്നിൽ, അതായത് അലീനയുടെ സ്നേഹത്തിന്റെ മുന്നിൽ സ്റ്റാൻലിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അലീന എല്ലാം കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചെടുത്തു. അതോടുകൂടി പൗലോസിന് അടിയേറ്റാണ് കാവേണ്. പൗലോസ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ നിന്നത് കൊണ്ട് വലിയ മെച്ചക്കളിയൊന്നുമില്ല, അതിൽ നിന്ന് നല്ലത് ഇവിടെ നിന്ന് പോകുന്നതാണ് എന്നൊക്കെ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പൗലോസ് സ്റ്റാൻലിയോട് ചെന്നിട്ട് പറയണ, സാർ എനിക്ക് 2-3 ദിവസത്തേക്ക് വീട്ടിലോട്ട് പോകണം, അത്യാവശ്യമുണ്ട് എന്നും പറഞ്ഞാണ് നമ്മുടെ പൗലോസ് പോണത്. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു ആയിക്കോട്ടെ, പോയിട്ട് വരില്ലേ? ആ വരാം സാബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാൻലി പോണത്. അങ്ങനെ നമ്മുടെ പൗലോസ് അവിടെ നിന്ന് പമ്പ് അടയ്ക്കണ. കാരണം അലീനയുടെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ അലീനയുടെ ഭരണമായി. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഇനി തകിടം മറിഞ്ഞില്ലേ. അങ്ങനെ നമ്മുടെ വല്യപ്പച്ചന്റെ ഹെൽപ്പോട് കൂടി അലീന മൊത്തത്തിൽ അഴിച്ചുപണി അങ്ങ് നടത്തേണ്. അപ്പോ ഈ സമയത്ത് നമ്മുടെ ഔസേപ്പച്ച അലീനയോട് പറഞ്ഞു, അല്ല മോളെ, എന്തായാലും നീ ഈ ചെയ്ത കാര്യം എന്തുകൊണ്ട് നന്നായി. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു തുകയുടെ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. കടകളിലും പച്ചക്കറി കടകളിലും ഫിഷ് മാർക്കറ്റിലും ഇറച്ചി കടകളിലും ഒക്കെ ഭയങ്കര രീതിയിൽ ബില്ല് കയറ്റി എഴുതിപ്പിച്ചൊക്കെയാണ് ഇവര് വർഷങ്ങളായിട്ട് സ്റ്റാൻലി പറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ചൂഷണം അലീനയ്ക്ക് മനസ്സിലാക്കി അലീന കണ്ടുപിടിച്ച് അലീന അതിനെ നിർത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൗലോസ് ഇവിടം വിട്ടു പോവുകയാണ് കേട്ടോ. ഇനി തിരിച്ചു വരുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരിക. അങ്ങനെ അലീനയുടെ ആ ഒരു രീതിയൊക്കെ ഇതാവേണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ റീത്താമ്മ നമ്മുടെ എൽസമ്മയും മക്കളെയും അതുപോലെ ആങ്ങളമാരെ ഒക്കെ കൊണ്ട് സ്റ്റാൻലിയുടെ കുളത്തൂപ്പുടെ വീട്ടിലോട്ട് വരെയാണ്. അവരെ രണ്ടും കൽപ്പിച്ചുള്ള വരക്കാണ്. അതായത് എവിടെയോ കിടന്ന ഒരു മകളെന്നും പറഞ്ഞൊരു പെണ്ണിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് അത് മകളാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊണ്ടുവന്നാലേ അതൊന്നും നോക്കി നിൽക്കാൻ ഞങ്ങൾ മണ്ടരൊന്നുമല്ല എന്നിങ്ങനെ പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ വരണം. അപ്പൊ നമ്മുടെ അവധക്കുട്ടിച്ചായൻ ചെന്നിട്ട് അലീനയോട് പറഞ്ഞു, അതെ, എല്ലാ പടകളും എത്തിയിട്ടുണ്ട്, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് ടെൻഷന്. അതായത് എൽസമ്മയും റീത്താമ്മയും 4 ആങ്ങളമാരും മക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരുടെയും മക്കള്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ, ഇതെന്നെ വെള്ളരിക്ക പട്ടണമാണോ എന്ന രീതിയിലാണ് റീത്താമ്മ ഇളക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ അവധക്കുട്ടിച്ചായൻ അലീനയോട് പറഞ്ഞു, മോൾ ഒരു കാരണവശാലും പുറത്തോട്ടേ ഇറങ്ങണ്ട, അവിടെ സ്റ്റാൻലി ഉണ്ട്, സ്റ്റാൻലി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പറഞ്ഞോളും, മോളൊന്നും ഉണ്ടാവില്ല, അതിപ്പെടണ്ട. അല്ല വല്യപ്പച്ച, ഞാൻ കാരണമാണോ? ഞാൻ പൊക്കോട്ടെ, ഞാൻ പോയേക്കാം, പപ്പയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായെന്നാ എനിക്കത് ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? അവനെ പട്ടാളക്കാരനാ, ആകെ നിന്റെ മുന്നിൽ ഒരു അല്പം വിട്ടുവീഴ്ച ചെയ്തു നിന്നിട്ടുള്ളൂ, ബാക്കി ഒരാളുടെ മുന്നിലും അവൻ തല താഴ്ത്തി നിന്നിട്ടില്ല, അത് നീ ഓർത്തോ മോളെ എന്നിങ്ങനെ പറയണ കേട്ടോ. ഇത് കേട്ടതും അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. കാരണം ഇത്രയും പേര് വന്ന് പപ്പേനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കില്ല, അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള കേസാണല്ലോ. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവര് സംസാരിച്ചിരിക്കുകയാണ്.
ഈ സമയത്ത് നമ്മുടെ അവതക്കുട്ടിച്ചായ അലീനെ സമാധാനിപ്പിച്ച് ഇരുത്തേണ്. അങ്ങനെ നമ്മുടെ റീത്താമ്മയും എല്ലാവരും കൂടെ ചെന്നിട്ട് സ്റ്റാൻലിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയാണ്. അതെ, ഇതിങ്ങനെ പോയാൽ പറ്റില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. നമ്മുടെ അച്ഛൻ കുഞ്ഞും സേവിച്ചനും ഒക്കെ പറയണ്. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, അതെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റീത്താമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ലല്ലോ ലാലിജ എന്ന് പറയണം. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിച്ചു, ഞാൻ ഇനി എന്താ പറയേണ്ടത്? അല്ല, ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? വിവാഹത്തിന് മുന്നേ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞു ജനിച്ചു എനിക്ക്. ആ കുഞ്ഞ് ഇത്രയും നാളെ ഒരു അനാഥാലയത്തിലായിരുന്നു. ആരും ഇല്ലാത്ത ഒരാളും ഒരു ബന്ധുവായിട്ടോ താങ്ങായിട്ടോ അവക്കില്ലായിരുന്നു. പക്ഷെ ഇനി എൻ്റെ മകള്, എൻ്റെ ചോരയാ അവള്. അവൾ ആരും ഇല്ലാത്തവളായിട്ട് ഇനി വളരാൻ പാടില്ല. അവൾക്ക് അച്ഛനുണ്ട്. ആ ഒരു ഇത് കൊടുത്തത് തന്നെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട്, ഈ വീട്ടിലോട്ട് എൻ്റെ മകളെ കയറ്റിയിരിക്കുന്ന, അതാരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നൊക്കെ പറയും. അപ്പൊ സേവിച്ചൻ പറയാം, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ സ്റ്റാൻലി എന്നൊക്കെ പറഞ്ഞിട്ട് അവരും തിരിച്ചെതിർക്കുകയാണ്. ഈ സമയം നമ്മുടെ എൽസമ്മ നമ്മളെ ടെൽസമ്മോള് നേരെ അലീന ഇരിക്കുന്ന റൂമിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ദേ ഇരിക്കുന്നു ഇവിടെ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എൽസമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൽസമ്മ ആദ്യമായിട്ട് നമ്മുടെ അലീനയെ ഒന്ന് കാണുകയാണ്. അപ്പം എൽസമ്മ ഒന്ന് നോക്കുന്നുണ്ട് അടിമുടി. അപ്പൊ എൽസമ്മയുടെ മനസ്സിൽ പെട്ടെന്ന് സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മയുടെ രൂപമാണ് ഓർമ്മ വന്നത്. അതേപോലെ അതേ രൂപം, അതേ നിറം, അതേ മുഖം ഒക്കെ തന്നെ. സ്വന്തം മക്കൾക്ക് പോലും ഇത്രയൊരു രൂപസാദൃശ്യം ചിന്നമ്മയുടെ കിട്ടിയിട്ടില്ല. ഇത് അസൽ സ്റ്റാൻലി ചായന്റെ കൊച്ചു തന്നെയാണ് എന്നൊക്കെ എൽസമ്മക്ക് തോന്നുന്നുണ്ട്. ഈ സമയം നമ്മുടെ അലീന എൽസമ്മയെ നോക്കുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു സ്ത്രീ തന്നെയാണ്. കാരണം നല്ല മെലിഞ്ഞ ശരീരവും വെളുത്ത നിറവും ഇടയ്ക്കിടയ്ക്ക് നരച്ച മുടിയും അങ്ങനെയൊക്കെ ആയിട്ട് കുഴിഞ്ഞ കണ്ണുകളൊക്കെ ആയിട്ടുള്ള ഒരിത്, നല്ല കാലത്ത് നല്ലൊരു സ്ത്രീ തന്നെയായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത അലീനയുടെ മുന്നേ വരെയാണ്. അപ്പൊ ടെൽസ വന്നു. അപ്പോഴേക്കും വേറൊരു കുട്ടി വന്നിട്ട് ടെൽസേനെ കൊണ്ടുപോവുകയാണ്, ടാനിയ. അപ്പൊ അലീനയ്ക്ക് മനസ്സിലായി, ഓ ഇത് പപ്പയുടെ എൻ്റെ മകള് തന്നെയായിരിക്കും എന്നൊക്കെ അലീന ചിന്തിക്കാൻ കേട്ടോ. അലീനയെ കണ്ടിട്ട് എൽസമ്മ ഒന്നും പറയാനോ സംസാരിക്കാനോ ഒന്നും നിന്നില്ല. കാരണം എന്താ പറയേണ്ടത്, അലീനയും തിരിച്ചങ്ങോട്ടും ഒന്നും പറയാനായിട്ട് പോയില്ല. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ഇതിലെന്താ പ്രത്യേകിച്ചായിട്ട് പറയേണ്ടത്? തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് എൻ്റെ വീട്ടുകാരും സ്റ്റാൻലി അല്ലേ, അല്ലാണ്ട് എവളോട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള തീരുമാനമൊക്കെ നമ്മുടെ എൽസമ്മ എടുത്തിട്ട് എൽസമ്മ ഒന്നും മിണ്ടാണ്ട് തന്നെ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലിയെ നല്ല രീതിക്ക് ഹരാസ് ചെയ്യാണ് നമ്മുടെ റീത്താമ്മയും ആങ്ങളമാരും കൂടെ ചേർന്നിട്ട്. അതെ സ്റ്റാൻലി, ഇതിനൊരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? അതെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുത്തിയെ കൊണ്ടുവന്നിട്ട് സ്വന്തം മകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. എൻ്റെ മകളെ എൻ്റെ വീട്ടില് ഞാൻ കൊണ്ടുവന്നു, എൻ്റെ മകളായിട്ട് അംഗീകരിച്ചു. അതിലിപ്പോ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കും ഇല്ല എന്ന് സ്റ്റാൻലി പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ കുഞ്ഞു പറഞ്ഞു, അതെ, ആരെ കൊണ്ടുവരികയോ പോവുകയോ ചെയ്യോ, പക്ഷെ എൻ്റെ എൽസമ്മയും മക്കളും അനുഭവിക്കേണ്ട സ്വത്ത് മറ്റൊരുത്തിക്ക് കൊടുക്കണ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെ, എൻ്റെ സ്വത്ത് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് എന്ന് സ്റ്റാൻലിയും പറഞ്ഞു. എല്ലാ മാസം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിനുള്ളത് മുടങ്ങാതെ തന്നെ ഞാൻ അവരുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഇനി ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. പിന്നെ സ്വത്ത് ഭാഗം വെക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർത്ത് വലിയ തല ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ സ്വത്ത് ഞാനിപ്പോൾ ഭാഗം വെക്കുന്നില്ല. ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ കിട്ടേണ്ടവർക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവരവരുടെ കൈകളിൽ തന്നെ കിട്ടും എന്നും സ്റ്റാൻലി പറയണ്ട്. ഇത് കേട്ടപ്പോൾ ആങ്ങളമാർക്കും റീത്താമ്മക്കൊക്കെ അങ്ങ് ദേഷ്യം വരെയാണ്. കാരണം വെച്ചാൽ ഇത്രയും ഒരു അഹങ്കാര വർത്തമാനം. അപ്പോഴേക്കും സ്റ്റാൻലി ഒന്ന് കണ്ണൊന്ന് ഓടിക്കുകയാണ്. ഈ സമയം ഒരു 3-4 സ്റ്റാൻലിയുടെ പട്ടികൾ എരച്ചു പിടിച്ച് അങ്ങോട്ട് വന്ന് സ്റ്റാൻലി ഇരിക്കുന്ന ചെയറിന്റെ 2 സൈഡിലായിട്ട് ഈ 3-4 പട്ടികൾ അങ്ങോട്ട് നിരന്ന് നാക്കൊക്കെ വെളിയിലിട്ട് ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരുടെ നെഞ്ചൊന്ന് പതറി എല്ലാവരുടെ. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. സ്റ്റാൻലി ഒന്ന് വിരലും ഞൊടിച്ചാൽ മതി കേട്ടോ, അപ്പോഴേക്കും ഈ പട്ടികൾ വേണമെങ്കിൽ കടിക്കും. പക്ഷെ സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. കാരണം ആ പട്ടികൾക്ക് അത്ര നല്ല രീതിയിലുള്ള കോച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ണിന്റെ ഒരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വന്നിരിക്കുക. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭയമായി. അപ്പോഴേക്കും നമ്മുടെ റീത്താമ്മയുടെ ആങ്ങള പറഞ്ഞു, അതെ, ഞങ്ങളെ നീ ഇതൊക്കെ കണ്ട് പേടിപ്പിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾ ഇത് കൊണ്ട് തോറ്റു പോവാനും പോണില്ല.
എൻ്റെ എൽസമ്മയ്ക്കും മക്കൾക്കും അനുഭവിക്കേണ്ടത് എന്താണെങ്കിലും വേറൊരുത്തിക്ക് അനുഭവിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കാനും താല്പര്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലിയെ വെല്ലുവിളിച്ചിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോണത് കേട്ടോ. സ്റ്റാൻലിയും പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റണേന്ന് വെച്ചാൽ ചെയ്തോ, എവിടെയും എങ്ങനെയും തെളിയിക്കാൻ ഞാൻ വന്നോളാം എന്നിങ്ങനെ സ്റ്റാൻലിയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും വെല്ലുവിളിച്ചിട്ടാണ് പോണത്. അലീനയ്ക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. താൻ കാരണമല്ലേ പപ്പയ്ക്ക് ഇത്രയും പേരെ നേരിടേണ്ടിയൊക്കെ വന്നത്. പപ്പ ആരുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല, ഇനിയിപ്പോ താൻ കാരണം പപ്പയ്ക്ക് തല കുനിക്കേണ്ടി വരുമോ? അങ്ങനെയൊക്കെയുള്ള നൂറ് നൂറ് ചിന്തകളായിരുന്നു അലീനയുടെ ഉള്ളില്. ഇതേ സമയം നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടില് വൈജയന്തി മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ഞ വരയ്ക്കണ മട്ടാട്ടോ. കാര്യം വേറൊന്നുമല്ല, അവിടുത്തെ വേലക്കാരി 2-3 ദിവസത്തേക്ക് വീട്ടിൽ പോയിക്കണ്. മുറ്റടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വൈജയന്തിക്കാണെങ്കിൽ ബാങ്കിലും പോണം. ആകെ ഇടങ്ങേറാവുകയാണ്. എന്ത് ചെയ്യും? അങ്ങനെ വൈജയന്തി ബബിതേനെയും കൃഷ്ണേനെയും ഒക്കെ ചെന്ന് വിളിക്കാണ്. അവര് വരുവോ, മൈൻഡ് ചെയ്യോ? അവര് മിണ്ടാൻ പോയില്ല. ബബിത പറഞ്ഞു, എനിക്ക് പഠിക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അവളുടെ ഒരു പഠിത്തം. അവസാനം പിറുപിറൂന്ന് പിറുത്തുകൊണ്ട് നമ്മുടെ വൈജ ഓരോ പണികളായിട്ട് ചെയ്യണ്. ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കറക്റ്റ് തിന്നണ സമയമായപ്പോഴേക്കും എല്ലായിടവും വന്ന് മേച്ചപ്പുറത്തിരുന്നു, രോഹിത് ഉൾപ്പെടെ. അപ്പോഴേക്കും വൈജ പറഞ്ഞു, അതെ, നാളെ മുതൽ ഞാൻ അടുക്കളയിൽ കയറുന്നു വിചാരിക്കണ്ട. വേണമെങ്കിൽ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇവിടെ സർവൻ്റ് ഇല്ല എന്നത് ഓർമ്മ വേണം. അപ്പോഴേക്കും നമ്മുടെ ഭവിത ചോദിച്ചു, ആണോ അമ്മയ്ക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അല്ല, ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണേ. ഞങ്ങൾ മര്യാദയ്ക്ക് അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പഠിത്തവും നടത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാ. അപ്പൊ അമ്മയ്ക്കത് പറ്റില്ല, അമ്മയാണല്ലോ പുതിയ റൂളും ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അമ്മ തന്നെ എല്ലാം ചെയ്താൽ മതി, ഞങ്ങൾ ഇടപെട്ട് അമ്മയുടെ മനസമാധാനം ഇനി കളയല്ല എന്നും പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പം വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ്. ഈ സമയത്ത് നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടെ മുഖത്തോടും മുഖം നോക്കിയാണ്. കാരണം വൈജയ്ക്ക് ആകെ ദേഷ്യവും ഇടങ്ങേറും ആവുകയാണ്. അപ്പൊ എന്തായാലും വൈജ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് വൈജയും തിരിച്ചു മറുപടി പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ബബിതയുടെ മൊബൈലിലോട്ട് ഒരു കോള് വരെയാണ്. അപ്പം ബബിത പറയും, ആഹാ, അലീന ചേച്ചിയാണല്ലോ. കൃഷ്ണമോള് പറയും, അതെ, എനിക്കൊന്ന് തന്നെ, അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലിട്ട്. അങ്ങനെ രോഹിത് 3 പേരും കൂടെ ചേർന്നിരുന്നിട്ട് ലൗഡ് സ്പീക്കറിൽ ഇടാൻ പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വൈജയ്ക്ക്, അവളുടെ പേര് കേട്ടാൽ തന്നെ വൈജയ്ക്ക് പെരുവിരലനങ്ങും. ആ സമയം വൈജ നേരെ വന്നിട്ട് ആ മൊബൈൽ അങ്ങ് തട്ടിപ്പറിക്കുകയാണ് ബബിതയുടെ കയ്യിൽ നിന്ന്. അമ്മ എന്തിനാ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച്? അതെ, നീ ഈ കോൾ എടുക്കണ്ട. അങ്ങനെ ബെല്ലടിച്ച് തീരുന്നവരെ ആരും കോൾ എടുത്തില്ല കേട്ടോ. അവസാനം അവളുടെ കോള് നിന്നു എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ആ ഫോണ് ബബിതയുടെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഈ സമയം ബബിതയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ബബിതയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അല്ല, ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്, അമ്മയുടെ കൂടെ എന്ത് തെറ്റ് ചെയ്തിട്ട് അലീന ചേച്ചിയുടെ അമ്മയ്ക്ക് ഇപ്പോഴും ദേഷ്യം? അമ്മയ്ക്ക് ഇവിടെ കാല് കുത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. അക്ഷരം പ്രതി അലീന ചേച്ചി കേട്ടില്ലേ? അപ്പൊ കൃഷ്ണമോളും പറഞ്ഞു, അമ്മയ്ക്ക് അസൂയയും കുശുമ്പും നിറഞ്ഞ മനസ്സാ, അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനത്തെ ചിന്തകള്. അലീന ചേച്ചിയോട് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താ? അലീന ചേച്ചി എന്ത് ചെയ്തു എന്ന് അമ്മ ഈ പറയണത് എന്നൊക്കെ ഇങ്ങനെ പറയണട്ടോ അവർ രണ്ടുപേരും. രോഹിത്തും അത് അങ്ങനെ ആ രീതിക്ക് ആവേണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം വൈജ പറഞ്ഞു, അതെ, ഇനി ഈ ഫോണിൽ അവള് വിളിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജ ആ ഫോൺ പിടിച്ചു മേടിച്ച് വൈജയന്തിയുടെ കയ്യിൽ വെക്കുന്നു. ഈ സമയം ബബിത അങ്ങ് എഴുന്നേറ്റ്, കാരണം ബബിതയുടെ മൊബൈലല്ലേ. ബബിത ചെന്നു, അതെ, ഇങ്ങോട്ട് തന്നെയെന്ന് പറഞ്ഞ് ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അങ്ങനെ ഫോൺ തട്ടി മേടിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ഫോണാണ് ഇത്രയും വലിയ ശല്യമെങ്കിലേ ഇനി മുതൽ ഈ ഫോൺ വേണ്ട, അപ്പൊ അമ്മയ്ക്ക് പ്രശ്നം തീരില്ലേ? അങ്ങനെ നമ്മുടെ ബബിത ആ മൊബൈൽ എടുത്തിട്ട് ഒരൊറ്റ ഏറ് ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ബബിതയ്ക്ക് അത്ര ദേഷ്യമായിരുന്നു വൈജയന്തിയോട്. കാരണം എന്തിന് ഏതിന് എപ്പോഴും സംശയവും കുറ്റപ്പെടുത്തലുകളും പ്രാഗും അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ. വല്ലാത്തൊരു വെറുപ്പായിപ്പോയി. കൃഷ്ണമോക്കും ആകെ വിഷമായിപ്പോയി. പക്ഷെ നമ്മുടെ വൈജയന്തിക്ക് ഇത് മുഖത്തടിയേറ്റണക്കായിരുന്നു. കാരണം എപ്പം നോക്കിയാലും മറ്റുള്ളവരുടെ സ്വന്തം മക്കളാണെങ്കിൽ കൂടിയും സംശയവും അങ്ങനത്തെ ഒരുതരം കുറ്റപ്പെടുത്തലുകളും ഒക്കെയാണ് ആ വൈജയന്തിക്ക്. ആ ഒരു ദേഷ്യം, പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിലാണ് ബബിത അറിയാണ്ടാണെങ്കിലും ആ മൊബൈൽ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചത്. കാരണം
ഇങ്ങനൊരു സംശയമുണ്ടോ അമ്മയ്ക്ക് എന്ന രീതിയിലൊക്കെ. അങ്ങനെ ആ ഫോൺ പൊട്ടി. അത് കണ്ടപ്പോൾ വൈജയന്തിക്ക് മുഖത്തടിയേറ്റണക്കായി പോയിട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്നൊരിക്കലും വൈജയൻ കരുതിയില്ല. എല്ലാവരും ഒരു നിമിഷം അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ഒരാഴ്ചയിൽ വരുന്ന, ഞാനൊരു ഇൻട്രോ പോലെയാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ പവിത്രം സീസൺ 2ൻ്റെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കൃത്യസമയത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.